ബാബറി മസ്ജിദിന് പിന്നാലെ നിരവധി പള്ളികൾ കയ്യേറാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഗ്യാൻവാബി സംരക്ഷണ പോരാട്ടത്തിലെ സജീവ സാന്നിധ്യമായ ആബിദ് ഷെയ്ഖ് വാരണാസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബാബരി നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. ബാബരിക്ക് ശേഷം അനവധി പള്ളികൾക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുന്ന മോദി അമിത്ഷാമാരെ പൗരത്വ പ്രക്ഷോഭം ഓർമ്മിപ്പിക്കുകയാണെന്ന് ഹിന്ദുത്വ വംശീയതയ്ക്കെതിരായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആബിദ് ഷെയ്ഖ് വാരണാസി പറഞ്ഞു. കച്ചവടം നടത്താൻ വാടകയ്ക്ക് നൽകിയ മുറികളാണ് ഇപ്പോൾ കോടതി പൂജയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. 1991 വരെ അവിടെ പൂജ നടന്നിരുന്നുവെന്ന വ്യാജം കോടതിയും അംഗീകരിക്കുന്നത് നീതിയല്ലെന്നും ആബിദ് ഷെയ്ഖ് പറഞ്ഞു. इसका मालिक इंतजामिया कमेटी है। उसके बाद दौर आगे बढ़ता गया। 1991 में इन्होंने आदि विश्वेश्वर भगवान के नाम से मुकदमा किया. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ് പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. രാമക്ഷേത്രം വിശ്വാസമല്ല, കയ്യേറ്റത്തിന്റെയും അനീതിയുടെയും അടയാളമാണെന്ന് CT സുഹൈബ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് PTP സാജിദ, വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ്, ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, എഴുത്തുകാരൻ ഡോക്ടർ TS ശ്യാംകുമാർ, ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് ഈരവൻ, സിനി ആർട്ടിസ്റ്റ് ലാലി PM തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 തൃശൂർ.